ഹായ്, ഗുഡ് മോർണിംഗ് ആൾ. ഇന്ന് അങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല. അങ്ങനെ യാദൃശികമായിട്ട് ഒരു വഴിയിലൂടെ പോയപ്പോൾ കുറച്ച് ആളുകളെ കണ്ടുമുട്ടി. അപ്പോൾ ഇതൊരു ഒരു വീഡിയോ ആക്കാം, ചെറിയൊരു വീഡിയോ ആക്കാമെന്ന് കരുതിയിട്ട് നിർത്തിയതാണ്. അതെല്ലാം നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ. ഒന്നുമല്ല, ഇതൊരു ഗ്രാമപ്രദേശത്ത് ഒരു സ്ത്രീ അവർ ഇതേപോലെ ബൈക്കിലൊക്കെ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ട് സെയിൽ ചെയ്യാണ്. അതായത് നമ്മളെ നാട്ടിലൊക്കെയുള്ള മസാല കച്ചവടം പോലെ എന്ത് പറയുക, മറ്റേ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മീൻ, പിന്നെ മസാലപ്പൊടികൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവർ സെയിൽ ചെയ്യാണ്. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അവിടുത്തെ ഗ്രാമീണർ ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് ചെറിയൊരു വീഡിയോ വെക്കാം. ഓക്കെ, ലെറ്റ് us കണ്ടിന്യൂ. ലെറ്റ് us ഗോ ടു ദ വീഡിയോ നൗ. ഇതാണ് ഈ ഗ്രാമപ്രദേശം. ഇവർ എല്ലാവരും കൂടി കൂടിയിട്ട് ഇവിടെ പർച്ചേസ് ചെയ്യാണ് സാധനങ്ങൾ. ഇവരാണ് ഇതിൻ്റെ ആള്. ഈ സ്ത്രീയാണ് ഇത് സെയിൽ ചെയ്യുന്ന ആള്. സെയിൽസ് ഗേൾ ഓണർ ഇവരാണ് ഇത് ഈ സെയിൽ ചെയ്യണ. ഈ ബൈക്കിൽ കൊണ്ടുവന്നിട്ട് ഈ സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യാണ് ഇവർ ഈ ഗ്രാമത്തിൽ. അപ്പം ഈ വണ്ടി ഇവിടെ നിർത്തിയപ്പോൾ നമ്മളെ നാട്ടിലതാ മീൻ പച്ചക്കറിയൊക്കെ വിൽക്കുന്നത് പോലെ ആളുകൾ അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ അടുത്ത് കൂടിയിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ട് വാങ്ങിക്കൊണ്ടുപോകണതാ. ക്യാഷൊക്കെ എടുത്ത് കൊടുക്കണ വേണ്ടിയില്ലേ. അപ്പോൾ അതിൽ പല സംഭവങ്ങളുണ്ട്. ഇതുപോലെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഒരു കവറിൽ, പച്ചക്കറികൾ, മസാല, പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളാണുള്ളത്. ഇവർക്ക് എന്തൊക്കെയോ സാധനങ്ങൾ ഒരു വീട്ടിലേക്ക് ആവശ്യമുണ്ട്. അതൊക്കെ ഈ വണ്ടിയിൽ കുത്തിക്കയറ്റി നിറച്ച് വെച്ചിട്ടുണ്ട് ഈ കൊട്ടൻ്റെ ഉള്ളിൽ. അങ്ങനെ ഇവരിങ്ങനെ ട്രാവൽ ചെയ്യാണ്. അങ്ങനെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ആളുകൾ നിർത്തിയിട്ട് ഇവരുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ വീട്ടിലുള്ള ആളുകളാണ് ഇതിപ്പം. ഈ വീട്ടിലുള്ള ഒരു ഫാമിലിയാണ് ഇപ്പോൾ ഈ സാധനം വാങ്ങിയത്. കാരണം ഇവരെ വീടിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഈ വണ്ടി നിർത്തിയത്. അപ്പം ഈ വീട്ടിലുള്ള റിലേറ്റീവ്സ്, അവരെ ആൻറ്റി, പിന്നെ അതിൻ്റെ മക്കൾ, കസിൻസ്, ഇങ്ങനെ ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങി വന്നതാണ്. ഇതാണ് ഇവരെ വീട്. ഇവിടെ ആരോ നിൽക്കുന്നുണ്ട്, ഇവരെ ഒരു റിലേറ്റീവ്. ഹായ്, ഒരു പെൺകുട്ടി. അവൾ ഇന്ന് ലീവാണ് സ്കൂള്, കാരണം ഇന്ന് ശനിയാഴ്ചയാണ് ഇവിടെ. അതുകൊണ്ട് എന്തോ മൊബൈലിലൊക്കെ നോക്കി ഇരിക്കുകയാണ് അവിടെ. ഇവരെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഉള്ള ചെറിയ ഒരു ഷോപ്പാണിത്. കണ്ടില്ലേ? ഇത് ഓക്കെ. ഇത് ഇവരെ വീടിനോട് ഇവിടെ അങ്ങനെയാണ്. ഇവിടെ വീടിൻ്റെ അടുത്ത് ഇവർക്ക് എന്തെങ്കിലും ഷോപ്പുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ഉപജീവനം നടത്താനായിട്ട്. അപ്പം അതാണ് ഈ കാണുന്നത്. ഈ ഷോപ്പ് ഇവിടെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ കച്ചവടം ചെയ്യും ഇവർ. അത് എല്ലാ വീടുകളും ഇവിടെ ഉണ്ട്. ഒരുവിധം വീടുകളിലൊക്കെ ഇന്തോനേഷ്യയിൽ അങ്ങനെ കാണാം. വീടിന് ചാരിയിട്ടൊരു കട ഉണ്ടാവും ഇവർക്ക്. ഇതൊരു ഗ്രാമീണ ജീവിതമാണ് ഇവിടുത്തെ. അപ്പോൾ ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവർ വാങ്ങി വീട്ടിലേക്കുള്ള ഓരോരുത്തരും ഓരോ കവറിലൊക്കെ ആക്കിയിട്ട് വാങ്ങിയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ ഷോപ്പിൻ്റെ മുന്നിൽ. ഇവരെ ഷോപ്പ് തന്നെയാണ്. തെമ്പേ തെമ്പേ പറഞ്ഞ സാധനമാണ് അത്. ഇവിടുത്തെ ഒരു തെമ്പേ തോഫു താഹു ഇങ്ങനെ ഓരോ സാധനങ്ങളാണ് ഇവര് യൂസ് ചെയ്യണ. ഒരു സ്നാക്സ് ഐറ്റംസുകളൊക്കെ ഇവനെ എടുത്തിട്ട് പരിചയപ്പെടുത്തുകയാണ് നമുക്ക്. കുറേയൊക്കെ നമുക്കറിയാം, കുറച്ചൊക്കെ. അപ്പോൾ ഇതൊക്കെ ഈ സാധനങ്ങൾ ഇവർ ആ സ്ത്രീൻ്റെ അടുത്തുനിന്ന് വാങ്ങിയതാണ്. ആ സെയിൽസിന് കൊണ്ടുവന്ന സ്ത്രീ ഉണ്ടല്ലോ, അവിടെ ബൈക്കിൽ കൊണ്ടുവന്ന നേരത്തെ അവരടുത്തുനിന്ന് ഇവർ ഷോപ്പിലേക്കുള്ള സാധനങ്ങൾ ഇപ്പോൾ നിറച്ച് വെച്ചതാണ് ഇവർ. ഇതൊക്കെ ഇവർ റിലേറ്റീവ്സ് ആയിട്ട് ഓരോ ആളുകൾ തന്നെയാണ്. ഈ ഫാമിലിയിലുള്ള ഓരോ മെമ്പേഴ്സാണിത്. ഇത് വേറെ ആള്. യു ചേഞ്ച്ഡ്. ഹലോ, യു ചേഞ്ച്ഡ് ഡ്രസ്. ഇവരാദ്യം പിന്നെ ജീൻസും ടീഷർട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് മാറി വന്നു, ഡ്രസ്സ് മാറി വന്നു. ഓക്കെ. Going bazaar? Going out. Mau ke pemakaman. Cantik. Yes. Oh, terima kasih. Sama-sama. Thank you. Bahasa
bahasa Indianya apa? ഓക്കെ Bahasa Indianya apa? Terima kasih bahasa Indianya. താങ്ക് യു Thank you. താങ്ക് യു ശുക്രാൻ ശുക്രിയ ധന്യവാദ് യാ സെയിം നമ്മള് പിന്നെ താങ്ക് യു എന്ന് പറയാണ് അപ്പൊ നമ്മളെ ഇന്ത്യൻ ഭാഷയിൽ നന്ദിക്ക് എന്താണ് പറയാന്ന് ചോദിക്കാൻ എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു പലതും പറയും ശുക്രാൻ എന്ന് പറയും ശുക്രിയ എന്ന് പറയും ധന്യവാദ് എന്നൊക്കെ പറയും നന്ദി എന്ന് പറയും അപ്പൊ അത് എന്തായാലും നന്ദി ഒരുപാട് പറഞ്ഞിട്ട് നമ്മളോട് അവര് പറഞ്ഞിട്ട് നീങ്ങി ഓരോ ആളുകൾ വീണ്ടും പോരും കേട്ടോ ഈ കടയിൽ അല്ലെങ്കിൽ ഇവരെ പിന്നെ സൗണ്ട് കേട്ടിട്ട് ഇതാ ഓരോ ആളുകൾ വരുന്നുണ്ട് സെയിൽസിന് സാധനം പർച്ചേസ് ചെയ്യാനൊക്കെ ഇവരൊക്കെ എന്താ പറഞ്ഞത് ഇവരെ ഈ വീടുകൾ പറഞ്ഞാൽ എല്ലാവരും കുടുംബങ്ങളായിരിക്കും അടുത്തുള്ളതൊക്കെ ഏകദേശം ഒരു 4-5-6 വീടുകൾ വരെ റിലേറ്റീവ്സ് കസിന് ആൻറ്റി അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റം ഞാൻ കണ്ടെടുത്തോളം ഇവർ കൂട്ടത്തിലാണ് താമസിക്കുക ഫാമിലി അവർ എന്തേലും റിലേറ്റീവ് ആയിരിക്കും തൊട്ടടുത്ത വീട്ടിലുണ്ടാവുള്ളൂ വീഡിയോ ഇവിടെ വെച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇവരെ കണ്ടപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കിയാണ് ചെറുതായിട്ട് എങ്ങനെ ഇവർ ഈ സംഭവങ്ങളൊക്കെ വിറ്റിട്ട് ഇവർ പോവാണ് എന്തായാലും ബൈ Bye bye. ബൈ ഓക്കെ ഓക്കെ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ